ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ ഹിന്ദുമത സമ്മേളനത്തിന് ഒരുങ്ങി പമ്പ മണൽപ്പുറം. അയിരൂർ ചെറുകോൽപ്പുഴ ഹിന്ദുമത പരിഷത്ത് ഫെബ്രുവരി 2 മുതൽ 9 വരെയാണ് നടക്കുന്നത്. ഇത്തവണത്തെ ഹിന്ദുമത പരിഷത്തിൽ RSS സർസംഘചാലക് മോഹൻ ഭാഗവത് പങ്കെടുക്കുന്നു എന്ന പ്രത്യേകതയുമുണ്ട്. RSS സർസംഘചാലക് ആദ്യമായി ഹിന്ദുമത പരിഷത്തിൽ പങ്കെടുക്കുന്നു എന്നതാണ് 113ാമത് അയിരൂർ ചെറുകോൽപ്പുഴ ഹിന്ദുമത പരിഷത്തിന്റെ പ്രത്യേകത. ഫെബ്രുവരി 5-ാം തീയതി വൈകിട്ട് 3:30 നടക്കുന്ന ഹിന്ദു ഏകതാ സമ്മേളനത്തിലാണ് സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവത് പങ്കെടുക്കുന്നത്. ഹിന്ദു ഏകതാ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് അദ്ദേഹം സംസാരിക്കും. ഫെബ്രുവരി 2 മുതൽ 9 വരെ പമ്പ മണൽപ്പുറത്ത് ശ്രീ വിദ്യാധിരാജ നഗറിലാണ് പരിഷത്ത് നടക്കുന്നത്. 2-ാം തീയതി കൊല്ലം പനമരാശ്രമത്തിൽ നിന്ന് ജ്യോതിപ്രയാണ ഘോഷയാത്ര, ഏഴുമറ്റൂർ ശ്രീ പരമഭട്ടാരകാശ്രമത്തിൽ നിന്നുള്ള ഛായാചിത്ര ഘോഷയാത്ര, അയിരൂർ പുതിയകാവിൽ നിന്നുള്ള പതാക ഘോഷയാത്ര, സദാനന്ദപുരം അവധൂതാശ്രമത്തിൽ നിന്നുമെത്തുന്ന പദയാത്ര എന്നിവ സമന്വയിച്ച് ചെറുകോൽപ്പുഴ ശ്രീ വിദ്യാധിരാജ നഗറിലെത്തും. തുടർന്ന് ഹിന്ദു മഹാമണ്ഡലം അധ്യക്ഷൻ PS നായർ പതാക ഉയർത്തുന്നതോടെ ഈ വർഷത്തെ പരിഷത്തിന് തുടക്കമാകും. അന്ന് വൈകിട്ട് 4-ന് കേരള ഗവർണർ രാജേന്ദ്ര അർലേക്കർ പരിഷത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. സന്യാസി ശ്രേഷ്ഠന്മാരുടെ സാന്നിധ്യം ഉദ്ഘാടന ചടങ്ങിനെ ധന്യമാക്കും. പരിഷത്തിന്റെ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായതായി സംഘാടകരായ ഹിന്ദു മഹാമണ്ഡലം ഭാരവാഹികൾ അറിയിച്ചു. നിരവധി സന്യാസി ശ്രേഷ്ഠന്മാർ ആ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. കൊളത്തൂർ അദ്വൈതാശ്രമം മഠാധിപതി ചിദാനന്ദപുരി സ്വാമി അടക്കം അമൃതാനന്ദമയി മഠത്തിലെ സന്യാസി ശ്രേഷ്ഠന്മാർ, അതേപോലെ തന്നെ നിരവധി ആശ്രമങ്ങളിലെ സന്യാസി ശ്രേഷ്ഠന്മാർ ഒക്കെ തന്നെ ഈ ചടങ്ങുകളിൽ പങ്കെടുക്കുന്നു. അതേപോലെ തന്നെ ഈ വർഷത്തെ പ്രധാന സമ്മേളനം ഹിന്ദു ഏകതാ സമ്മേളനമാണ്. രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ സർസംഘചാലക് ശ്രീ മോഹൻജി ഭഗവത് ആ ഹിന്ദു ഏകതാ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. അത് ഫെബ്രുവരി മാസം 5-ാം തീയതി വൈകിട്ട് 4 മണിക്കാണ് ആ ചടങ്ങ് നടക്കുന്നത്. പരിഷത്ത് ദിവസങ്ങളിൽ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള സന്യാസി ശ്രേഷ്ഠന്മാർ ആത്മീയ പ്രഭാഷണങ്ങൾ നടത്തും. വിവിധ ഹൈന്ദവ സംഘടനാ നേതൃനിരകളിലുള്ളവരുടെ പ്രഭാഷണങ്ങളും പരിഷത്തിനെ സജീവമാക്കും. മതപണ്ഡിതർ, പ്രഗത്ഭ വാഗ്മികൾ, കേന്ദ്ര സംസ്ഥാന മന്ത്രിമാർ തുടങ്ങിയവർ പരിഷത്തിൽ പങ്കെടുക്കും. ഹൈന്ദവ സാമൂഹ്യ പ്രാധാന്യമുള്ള വിവിധ വിഷയങ്ങളിൽ ചർച്ചകൾ, സെമിനാറുകൾ, പരിശീലന ക്ലാസുകൾ, സമ്പൂർണ്ണ നാരായണീയ പാരായണം, സാംസ്കാരിക സമ്മേളനം തുടങ്ങിയവ പരിഷത്ത് ദിവസങ്ങളിൽ നടക്കും. ജനം, പത്തനംതിട്ട.